PM കെയറിൻ്റെയും കണക്കില്ല, ഇലക്ട്രൽ ബോണ്ടിൻ്റെയും കണക്കില്ല, റഫാൽ യുദ്ധവിമാനം വാങ്ങിച്ചത് എത്ര പൈസയ്ക്കാണെന്ന് ചോദിച്ചപ്പോൾ അതിന് കണക്ക് പറയത്തില്ല. അതിന് സുപ്രീം കോടതി ചെന്നപ്പോൾ രാഷ്ട്ര സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെന്ന് പറയുന്നു. നോട്ട് നിരോധനം കൊണ്ടുണ്ടായ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അതിന് കണക്ക് പറയത്തില്ല. അതിൻ്റെ ബെനിഫിഷ്യറി ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ കണക്ക് പറയില്ല. വ്യാപാര കരാറിലുള്ള നഷ്ടത്തെക്കുറിച്ച് ചോദിച്ചാൽ അതിൻ്റെ കണക്ക് പറയില്ല. ഒന്നിൻ്റെയും കണക്കുകൾ ഡിസ്ക്ലോസ് ചെയ്യാൻ സർക്കാർ തയ്യാറല്ല. അപ്പോൾ 10,000 കോടിയോളം രൂപ പിരിച്ചെടുത്ത ഒരു സംവിധാനം, അതിനൊരു ഓഡിറ്റില്ല. CNDG ഓഡിറ്റിൻ്റെ പരിധിയിൽ അതിനെ പെടുത്തത്തില്ല. ഓക്കെ, പാർലമെന്റ് എന്ന് പറയുന്ന പരമാധികാര ജനസഭ അതിനെ കണക്ക് അറിയിക്കുന്നില്ല. പിന്നെ ആരായിരുന്നു അറിയേണ്ട ആള്? പ്രധാനമന്ത്രിയും അതിൻ്റെ കൂടെയുള്ള നാല് വ്യക്തികൾ അവരാണോ ഈ 10,000 കോടി രൂപ പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത 10,000 കോടി രൂപയുടെ കണക്ക് സൂക്ഷിക്കേണ്ട ആളുകൾ? അവരാരാ? ദൈവങ്ങളാണോ? അല്ലല്ലോ. ഏറ്റവും വലിയ പരമാധികാര സഭ എന്ന് പറഞ്ഞാൽ പാർലമെന്റാണ്. പാർലമെന്റിനെ അറിയിക്കില്ല. 2020 തുടങ്ങുന്നു കോവിഡ് കാലത്ത്. 2022 ആകുമ്പോൾ പോലും അതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന റിപ്പോർട്ട്സ് പറഞ്ഞ എന്താണ്? 2% പൈസയും ചെലവാക്കിയിട്ടില്ല. എന്ന് വെച്ചാൽ 100 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ 60 രൂപയിലധികം ചിലവാക്കാതെ അവർ കിടക്കുകയാണ്. 2023-24 വരുമ്പോൾ അതിനൊരു ഫിനാൻഷ്യൽ എന്ന് വെച്ചാൽ ഒരു പേപ്പർ ഉണ്ടാവുമല്ലോ, ഒരു ഓഡിറ്റ് പേപ്പർ ഓർ അതിൻ്റെ വിശദാംശങ്ങളുള്ളത് എവിടെയും പബ്ലിഷ് ചെയ്യുക പോലും ചെയ്തിട്ടില്ല. പിന്നെ കോവിഡ് കാലമായതുകൊണ്ട് കുറേ ആശുപത്രികൾക്ക് ICUകൾ വാങ്ങിക്കാനുള്ള പൈസ കൊടുത്തെന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ഇവർ തന്നെ നേരിട്ട് ഏതോ കോൺട്രാക്ട് ഏൽപ്പിക്കുന്നു. ആ കമ്പനികൾ ആശുപത്രികൾക്ക് ICU കൊടുക്കുന്നു. ഇവയൊന്നും ഗുണനിലവാരമില്ലാത്തതാണെന്ന് പറഞ്ഞ് ആശുപത്രികൾ പലതും എക്യുപ്മെൻറ്റ്സ് എല്ലാം തിരിച്ചയക്കുന്നു. ഒരു പരിശോധനയും ഇല്ലാതെ, ഒരു മുന്നനുഭവവും ഇല്ലാത്ത കമ്പനികൾക്ക് ഏതൊക്കെയോ കോൺട്രാക്റ്റുകൾ കൊടുക്കുകയാണ്. വാക്സിൻ വിതരണത്തിന്, ഒപ്പം തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്ഷേമത്തിനൊക്കെ പൈസ ചിലവാക്കുന്നുണ്ടെന്നാണ് അവകാശപ്പെട്ടത്. അതിൻ്റെ ഒരു ഡേറ്റയും നമുക്ക് അവൈലബിൾ അല്ല. അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുക? അപ്പോൾ ഭരണകൂടത്തെ സംബന്ധിച്ച് അവർ പിരിച്ചെടുക്കുന്ന പൈസ, ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ടിക്ടോക്കുമായി ബന്ധപ്പെട്ട് ചൈനീസ് ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കാൻ തീരുമാനിക്കുന്നു. ചൈനീസ് ഉൽപ്പന്നങ്ങൾ രാജ്യത്തേക്ക് വരുന്നത് തടയണമെന്നൊക്കെ പറഞ്ഞ് വലിയ മൂവ്മെൻറ്റ് നടത്തി സംഘപരിവാർ തന്നെ. അതേ ചൈനീസ് കമ്പനികളിൽ നിന്ന് 10-40 കോടി രൂപ വാങ്ങിച്ചതിൻ്റെ വിവരങ്ങൾ അന്ന് പുറത്തു വന്നു. എന്നിട്ടാണ് ടിക്ടോക്കിനെ നിരോധിച്ച് ഇന്ത്യയെ രക്ഷിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് വന്നിട്ടുള്ള കോടാനുകോടി രൂപയുടെ പൈസയുടെ കണക്ക് സംബന്ധിച്ച് ഒരു വിശദാംശവും ഇവർ മുന്നോട്ട് വെക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നമായിട്ടുള്ളത്. വന്നിട്ടുള്ള പൈസ 8,000 മുതൽ 10,000 കോടി രൂപ വരെ ഇതിനകത്ത് വന്നിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ആ പൈസയ്ക്കൊന്നും ഒരു വ്യവസ്ഥയില്ല. എന്ന് മാത്രമല്ല FCRA, നമ്മുടെയൊക്കെ വീടുകളിൽ എപ്പോൾ വേണമെങ്കിലും പോലീസിനെ കയറാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? വിദേശ വിനിമയ ചട്ടം എന്നൊരു പരിപാടിയുണ്ട്. അത് പ്രകാരം ഇവിടെ വരുന്ന പൈസയ്ക്ക് സർക്കാരിൻ്റെ അനുമതി ഉണ്ടാവണം. ആദ്യഘട്ടത്തിൽ വിദേശ കമ്പനികളിൽ നിന്നും വ്യക്തികളിൽ നിന്നും പൈസ സ്വീകരിച്ചതിന് FCRA ചട്ടത്തിൽ ഇളവ് വാങ്ങിച്ചു. എന്ന് വെച്ചാൽ ബാധകമല്ലെന്ന് സർക്കാർ സ്വയം പ്രഖ്യാപിച്ചു. ഒറ്റ നോട്ടത്തിൽ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ ആരാ ചോദിക്കേണ്ടത്? കോടതി ചോദിച്ചാലും കോടതി ചോദിക്കണമല്ലോ ഇതിൻ്റെയൊക്കെ വ്യവസ്ഥ എന്താണ്. സർക്കാരും പ്രധാനമന്ത്രിയും കൈകാര്യം ചെയ്യുന്ന ഒരു ഫണ്ടിന് കണക്ക് വേണ്ടെന്ന് ചോദിക്കണ്ടേ? അപ്പോൾ ഇതിൻ്റെ പ്രശ്നം ശുദ്ധമായിട്ടുള്ള സാമ്പത്തിക തട്ടിപ്പിനകത്ത് നടക്കുന്നുണ്ട്.